ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘപരിവാർ ബന്ധമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഘപരിവാർ നേതാക്കൾ നിരത്തിറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഡർമാരെ അടക്കം സംഘപരിവാർ അനുകൂലികളെ നിയമിക്കുന്നു എന്നടക്കമുള്ള ആർവി ബാബുവിനെ അടക്കം ഇന്നലെ എവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ UDF-ൽ ചർച്ച ചെയ്യുമെന്നാണ് UDF-ന്റെ നേതാക്കൾ പറയുന്നത്. സ്വാഭാവികമായും അത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ UDF ചേരുമ്പോൾ വ്യക്തമായ ധാരണയും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമസ്ത അധ്യക്ഷനെയും സമുദായത്തെയും അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ ആർവി ബാബുവിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കേസ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി ആർവി ബാബുവിനെ സന്ദർശിപ്പിക്കുന്നത്. ഗൗരവമല്ലേ? സമസ്തയുടെ അധ്യക്ഷനെ ആക്ഷേപിക്കുകയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ നിയമപരമായ വ്യവഹാരങ്ങൾ നടക്കുന്നു. ആ വ്യവഹാരത്തിന്റെ തീരുമാനം എന്താണ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ UDF നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ ആ കേസിലെ പ്രതിയായിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയെ പോയി കാണാൻ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണാൻ, അങ്ങനെ പല ചർച്ചകളും നമുക്കിടയിൽ നടക്കുന്നുണ്ട്. കാരണം ചില നിയമനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചില ആളുകളെ ചില സ്ഥാനത്ത് വെച്ചതിനെ കുറിച്ചുമൊക്കെയുള്ള വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഗൗരവത്തിലെടുക്കും എന്ന രീതിയിൽ UDF നേതാക്കൾ പ്രതികരിച്ചിട്ടുമുണ്ട്. അവരുടെ യോഗം ചേർന്ന് അതിലെന്ത് തീരുമാനിക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാം. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധങ്ങൾ യുക്തമായ രീതിയിൽ അവതരിപ്പിക്കൽ അനിവാര്യമായ കാര്യമാണ്. അതാണ് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതും ഘടകകക്ഷികളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെട്ട് നമ്മൾ കാണുന്നതും. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ UDF ചർച്ച ചെയ്യും എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് UDF ചേരാത്തൊരു സാഹചര്യത്തിൽ അത് ചേർന്നതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തുടങ്ങിയ വിവാദമാണ്. അത് ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഈ അവസാന ഘട്ടത്തിൽ പോലും അതേ നിലയിൽ തന്നെ അത് തുടർച്ച ഉണ്ടാവുന്നതാണ്. ഓരോ വിവാദങ്ങളും മീഡിയകൾ വഴി ഉണ്ടാകുന്നതും ജനങ്ങൾ സൃഷ്ടിക്കുന്നതുമായ പലതും ഉണ്ടാവും. വസ്തുതകൾ എന്താണ് എന്നുള്ളത് അടിസ്ഥാനപരമായി പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യപ്പെടൂ. ഒരു കാര്യം തീർത്ത് പറയാം, സംഘപരിവാറുമായുള്ള ഈ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് UDF ഗൗരവത്തിലെടുക്കുമെന്നും ചർച്ച ചെയ്യുമെന്നും അതിന് തീരുമാനമുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തെ ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോകാതെ ജനാധിപത്യ രീതിയിൽ സൗഹൃദപരമായി കൊണ്ടുപോകണം എന്നതിൽ നിശ്ചയദാർഢ്യതയുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു. അതാണ് കേരളത്തിലെ ജനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉന്നത സ്ഥാനത്ത് ഇരുത്താനുണ്ടായ സാഹചര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. വ്യതിചലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണ് ഇപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടന്നതിന്റെ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നല്ലോ. അന്തിമ തീരുമാനം വന്നിട്ടില്ലല്ലോ. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അന്തിമ തീരുമാനം വന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഈ PMCയിലെ മന്ത്രിസഭാ ഉപസമിതിയിൽ തന്നെ ഭിന്നാഭിപ്രായമാണ്. ഒരു മന്ത്രി അത് നടപ്പാക്കരുതെന്ന് പറയുന്നു, മറ്റു മന്ത്രിമാർ നടപ്പാക്കണം എന്ന് പറയുന്നു. നേരത്തെ LDF സർക്കാരിലൊപ്പം സമസ്ത ശക്തിയുക്തം എതിർത്ത പദ്ധതി കൂടിയാണ്. എന്താണ് നിലവിലെ നിലപാട്? അത് ഈ ഒപ്പുവെച്ചു എന്നതാണ് പ്രശ്നം എന്ന കാര്യം വളരെ നേരത്തെ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. കാരണം ഗവൺമെന്റിന് മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അത് ഒപ്പിട്ടത് കൊണ്ട് ചില ബാധ്യതകൾ തുടർ ഗവൺമെന്റിന് ഉണ്ടാകുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഒപ്പിട്ടതിനെ കുറിച്ച് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലായി തീരുമാനിച്ചത്. അതിനുവേണ്ടി ആദ്യം കൃത്യമായി പറഞ്ഞാൽ മാർച്ച് മാസം 2024 മാർച്ച് 23-നാണ് ഗവൺമെന്റ് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ അവരെടുത്ത തീരുമാനം കൃത്യമായി കേന്ദ്രത്തിന് മറുപടി നൽകിയത്. ഇങ്ങനെയാണ് കാണുന്നത്. അവർ പറയുന്നത് ആ കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് അവർ പറയുന്നത് ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മിറ്റി, ആ കമ്മിറ്റി റെക്കമെൻഡേഷൻ അനുസരിച്ച് ദ MOU ഫോർ എസ്റ്റാബ്ലിഷിംഗ് PMC സ്കൂൾസ് വിൽ ബി സൈൻഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ദ അക്കാഡമിക് ഇയർ 2024 and 2025. അപ്പോൾ അതിൽ ഒപ്പിടാൻ ഔദ്യോഗികമായി തീരുമാനിച്ച് കേന്ദ്രത്തിന് ശ്രീ സഞ്ജയ് കുമാർ IAS കൊടുത്ത ലെറ്റർ ഔദ്യോഗികമായി നമുക്ക് ഇന്ന് നിയമസഭയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവർ ഔദ്യോഗികമായി ഒപ്പിട്ട സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ചില ബാധ്യതകൾ ഈ ഗവൺമെൻറ് ഉണ്ടാവും. അവിടെ ഗവൺമെൻറ് പറയുന്നത് പാഠ്യപദ്ധതിയിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മുടെ രാഷ്ട്രനായകന്മാരെയൊക്കെ മാറ്റി നിർത്തുന്ന സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം വരാതിരിക്കുവാനും, അങ്ങനെ വന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വന്തമായി പാഠ്യപദ്ധതി ഒരുപക്ഷെ നടപ്പാക്കേണ്ടി വരും.
അവരുടെ നിർബന്ധത്തിനുള്ള പാഠ്യപദ്ധതി നടപ്പാക്കുമ്പോൾ യഥാർത്ഥം എന്താണെന്ന് പഠിപ്പിക്കേണ്ടി വരും. അപ്പം അതിന് പാഠ്യപദ്ധതി തീരുമാനങ്ങളിൽ ഗവൺമെന്റിന് കൃത്യമായ സ്വാതന്ത്ര്യം ലഭ്യമാകത്തക്ക വിധമുള്ളൊരു സമീപനം എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ് ഇപ്പോൾ ഈ ഗവൺമെന്റ് അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ യോഗം ചേർന്ന് ഉടനെ തീരുമാനിക്കുമെന്ന് 2 ദിവസം മുമ്പും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനമാണ് നമ്മൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതായത് പാഠ്യപദ്ധതിയെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ അധികാരമുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാണ്. പാഠ്യപദ്ധതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് വരാൻ പോകുന്നത് കേന്ദ്രത്തിന് ഫണ്ട് ലഭിക്കുന്നു. ഏതൊരു പദ്ധതിയാണെങ്കിലും അതിൽ മെറിറ്റും ഉണ്ടാവും, ഡിമെറിറ്റും ഉണ്ടാവും. ഇതിൽ കുറെ ഫണ്ട് ലഭിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ അജണ്ട കൊണ്ടുവരലാണ് ഉദ്ദേശമെങ്കിൽ ആ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ കമ്മിറ്റി ആലോചിച്ച് നടപ്പാക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒപ്പിട്ടുവെങ്കിലും ഇത് നടപ്പാക്കാതിരിക്കാൻ ഈ സ്കൂളുകളുടെ ലിസ്റ്റ് കൈമാറാതെ ഇരിക്കാം, അങ്ങനെ ആ നിലയ്ക്ക് പല നടപടികൾ സ്വീകരിക്കാമെന്ന് സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. സുപ്രഭാതത്തിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു, നടപ്പാക്കാതെ ഇരിക്കാൻ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ ഒരു മാർഗം ഈ വിഷയത്തിൽ വിദഗ്ധർ 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇത് 2027 വരെ നീട്ടിക്കൊണ്ടുപോയി അതിന് പിന്മാറാൻ വകുപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് ഒപ്പിട്ടുവെങ്കിലും നടപ്പാക്കാതെ സ്വാഭാവികമായും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയില്ല എന്നതിനെക്കുറിച്ച് നിയമപരമായ വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം PMശ്രീയുടെ അല്ലാത്ത ഫണ്ട് ഔദ്യോഗികമായി കൈമാറേണ്ട ഫണ്ട് തന്നെ ഇത് ഒപ്പിട്ടെങ്കിലേ തരൂ എന്നൊരു നിർബന്ധ ബുദ്ധി കേന്ദ്രം ചെലുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഒപ്പിടേണ്ടി വന്നത് എന്നാണ് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാനുള്ള കാശ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ട് ഈ PMശ്രീയുടെ ഫണ്ട് അല്ലാത്ത സ്ഥിതിക്ക് അത് നൽകണമെങ്കിൽ ഇതിൽ ഒപ്പിടണം എന്ന നിർബന്ധ ബുദ്ധി ചെലുത്താൻ പാടുണ്ടോ ഇല്ലയോ എന്ന വിഷയം വളരെ ഗൗരവപരമായി കോടതി അടക്കം അതിൽ ഇടപെട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഭരണഘടനാ വിഷയവും കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ ഇല്ലയോ എന്നത് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യമല്ല. ആവശ്യമെങ്കിൽ കോടതിയിൽ പോയി ഇത് റദ്ദാക്കണമെന്നുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇതിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം. അന്തിമമായി നമുക്ക് സമീപിക്കാനുള്ളത് കോടതിയാണ്. 1. 2, എന്തൊക്കെ പറഞ്ഞാലും കേന്ദ്രത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട ഫണ്ട് അത് ആരുടെയും വ്യക്തിപരമല്ല, മറിച്ച് അത് രാഷ്ട്രത്തിന്റെ സ്വന്തമായ സ്വത്താണ്. അതൊരു സംസ്ഥാന ഗവൺമെന്റ് വികസനത്തിന് വേണ്ടി നൽകേണ്ടത് അനിവാര്യമാണ്, ഏത് പാഠ്യപദ്ധതി വരുമ്പോഴും പുതിയ പുരോഗതി വരുമ്പോഴും. പക്ഷെ അതിന്റെ മറവിൽ രാഷ്ട്രത്തിന്റെ മതേതര സ്വഭാവത്തെ ഹനിക്കത്തക്ക വിധത്തിലുള്ള പാഠ്യപദ്ധതികൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് തീർത്തും അപകടകരമാണ്. അത് ചെറുക്കാൻ എല്ലാ ഗവൺമെന്റിനും തീർച്ചയായും ബാധ്യതയുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിലാഷം അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ അവകാശം ഇതൊക്കെ പാലിക്കപ്പെടണം. ആരോപണമായിട്ട് ഉയർന്നിരുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് സംഘപരിവാർ നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുന്നു, അവരുമായിട്ട് ആ രീതിയിലുള്ള ബന്ധം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പ്രതീക്ഷക്ക് മങ്ങലേറ്റോ? വ്യക്തിപരമായ ബന്ധങ്ങൾ ആരും തമ്മിൽ എപ്പോഴും ഉണ്ടാവും. വ്യക്തിപരമായ ബന്ധങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. വേദിയിൽ പങ്കെടുക്കുക, ഒരുമിച്ച് യോഗങ്ങളിരിക്കുക, ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നയപരമായി ഒരു ഗവൺമെന്റ് ഈ സംഘപരിവാർ നയത്തിന് കീഴ്പ്പെടാൻ പാടുണ്ടോ ഇല്ലയോ എന്നാണ് ചർച്ച. ആ ചർച്ച ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചില നിയമനങ്ങൾ വരുമ്പോൾ ആ വ്യക്തികളുടെ പ്രൊഫൈൽ പരിശോധിച്ച് അതനുസരിച്ച് തീരുമാനം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഭരണകക്ഷിയിൽപ്പെട്ട പല കക്ഷികൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് UDF ചേർന്നുകൊണ്ട് തീരുമാനിക്കും, അവിടെ ചർച്ച ചെയ്യും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുശേഷം UDF ആണ് ഭരിക്കുന്നത്. ആ ഭരണത്തിൽ UDF എന്ത് പറയുന്നു എന്ന് ഈ വിഷയത്തിൽ നോക്കിയിട്ട് നമുക്ക് അവസാനം ഒരു പ്രതികരണം നടത്താൻ പറ്റും. ഈ പരാതി വരുത്തുന്ന കാറിൽ കയറ്റിയിട്ടുള്ളതായിരുന്നു വലിയ വിമർശനമായിട്ട് ഉയർത്തിരുന്നത്. അത് അന്ന് സർക്കാർ വിശദീകരിച്ചിരുന്നത് അത് ഒരു നേതാവിനെ ഇത്തരം വ്യക്തിപരമായി നമ്മൾ അങ്ങനെ കാണുന്നിട്ടുള്ളത്. ഈ സമയത്ത് അങ്ങനെയല്ല. അതേ ഗവൺമെന്റ് തന്നെ ആ കയറ്റിയതും അങ്ങനെ അദ്ദേഹത്തോട് ചെയ്ത സമീപനവും ശരിയായില്ല എന്ന് അവർ തന്നെ വിലയിരുത്തിയ സ്ഥിതിക്ക് ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലല്ലോ. തീർച്ചയായും വരുത്തുന്ന രീതിയിൽ നടപടികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ. നമ്മുടെ കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മറ്റു പല രീതിയിലേക്കും പോയപ്പോൾ നമ്മുടെ കേരളം എപ്പോഴും ഒരു മതേതര സ്വഭാവത്തിൽ നിലനിന്നൊരു സംസ്കാരമാണ് കാണിച്ചിട്ടുള്ളത്. ആ സംസ്കാരത്തിൽ നിന്ന് കേരളം വ്യതിചലിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ പ്രയാസമുണ്ടാകും. എല്ലാ ജാതി മതസ്ഥരോടും സൗഹൃദം പങ്കിട്ട് എല്ലാ ജാതി മതസ്ഥരോടും തുല്യ സമീപനം സ്വീകരിച്ച് ഒരു മതേതരത്വത്തിലും സമാധാനത്തിലും കേരളം നിലനിൽക്കുന്ന കേരള മോഡൽ, ആ റോൾ മോഡൽ അത് നിലനിർത്തലാണ് നമ്മുടെ ആവശ്യം. അതിനാണ് ഗവൺമെന്റ് പ്രാമുഖ്യം നൽകേണ്ടത്. അങ്ങനെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പരസ്യമായി നേരത്തെ പ്രസംഗിച്ചതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ മാൻഡേറ്റ് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായതും. അങ്ങനെ തന്നെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൽ നിന്നുള്ള വ്യതിചലനം സ്വാഭാവികമായും എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കും. തീർച്ചയായും ലീഗ് അത് UDF ചർച്ച ചെയ്യുമെന്ന് അതിന്റെ നേതാക്കൾ പറയുന്നു. പിന്നെ ലീഗിന്റെ കാര്യം പറയേണ്ടത് ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളാണ്. അപ്പൊ അവരാ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കണം. അത് അതിന്റെ നേതാക്കൾ തീർച്ചയായും UDF ചർച്ച ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.